സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈവേസ് ആയിരിക്കും. സോ ഇന്ത്യയിൽ റോഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫോം ചെയ്ത 3 പ്ലാൻസ് ഉണ്ട്. ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നാഗപ്പൂർ റോഡ് പ്ലാൻസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബോംബെ റോഡ് പ്ലാൻസ്. തേർഡ് പ്ലാൻ എന്ന് പറയുന്നത് ലക്നൗ റോഡ് പ്ലാൻ. സോ ഈ 3 പ്ലാൻസ് ആണ് മെയിനായിട്ട് റോഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇന്ത്യയിൽ ഫോം ചെയ്തിരിക്കുന്നത്. സോ ഈ പ്ലാൻസിനെ ബേസ് ചെയ്തായിരിക്കും ഇന്ത്യ റോഡ് നവീകരണം നടന്നത്. സോ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നാഗപ്പൂർ റോഡ് പ്ലാൻസ് ആയിരിക്കും. ഇത് ഫോം ചെയ്തത് 1943 to 1963 ഇയറിലാണ്. സോ നാഗപ്പൂർ റോഡ് പ്ലാൻസിന് പറഞ്ഞ പേരാണ് ഫസ്റ്റ് 20-year റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻസ് എന്നായിരിക്കും. സോ ഇതിനകത്ത് റോഡിനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, മേജർ ഡിസ്ട്രിക്ട് റോഡ്, അതർ ഡിസ്ട്രിക്ട് റോഡ് ആൻഡ് വില്ലേജ് റോഡ്. സോ ഈ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോ റോഡ്സിനും നവീകരണത്തിന് എന്തെല്ലാം പ്ലാൻസ് ആണ് ഫോം ചെയ്യേണ്ടതെന്നായിരിക്കും ഇതിനകത്ത് മെയിനായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പ്ലാൻ ആണ് ബോംബെ റോഡ് പ്ലാൻസ്. സോ ബോംബെ റോഡ് പ്ലാൻസ് ഫോം ചെയ്തിരിക്കുന്നത് 1941 to 1961 ആയിരിക്കും. ലക്നൗ റോഡ് പ്ലാൻസ് ഫോം ചെയ്തിരിക്കുന്നത് 1981 to 2001. ഇതാണ് മെയിനായിട്ടുള്ള 3 റോഡ് പ്ലാൻസ് എന്ന് പറഞ്ഞത്. സോ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നാഗപ്പൂർ റോഡ് പ്ലാൻസ് ആയിരിക്കും. ഈ നാഗപ്പൂർ റോഡ് പ്ലാൻസിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യയിലെ റോഡ്സിനെ മെയിനായിട്ട് 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ നാഷണൽ ഹൈവേ, സെക്കൻഡ് വൺ സ്റ്റേറ്റ് ഹൈവേ, തേർഡ് മേജർ ഡിസ്ട്രിക്ട് റോഡ്, ഫോർത്ത് അതർ ഡിസ്ട്രിക്ട് റോഡ്, ഫിഫ്ത്ത് വൺ ഈസ് വില്ലേജ് റോഡ്. സോ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് നാഷണൽ ഹൈവേ. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഹൈവേ ആണ്. സോ നാഷണൽ ഹൈവേ ഡിനോട്ട് ചെയ്യുന്നത് NH വെച്ചായിരിക്കും. സോ നാഷണൽ ഹൈവേ എന്താണെന്ന് നോക്കാം. ദീസ് ഹൈവേസ് കണക്റ്റിംഗ് മേജർ പാർട്സ്, ഫോറിൻ ഹൈവേസ്, ക്യാപിറ്റൽസ് ഓഫ് ലാർജ് സ്റ്റേറ്റ്സ് ആൻഡ് ടൂറിസ്റ്റ് സെൻറ്റേഴ്സ്. സോ ഈ ഇത്രയും മെയിൻ പാർട്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹൈവേസിന് പറയുന്ന പേരാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ NH ആർ അസൈൻ ബൈ റെസ്പെക്റ്റീവ് നമ്പർ. ഇറ്റ് ഈസ് NH1, NH2 അങ്ങനെ. സോ NHൻ്റെ കൂടെ ഒരു നമ്പർ കൂടെ കാണും. സോ അത് വെച്ചിട്ടായിരിക്കും അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. സോ NH1 എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഡൽഹി, അംബല, അമൃത്സർ ഈ 3 പ്ലേസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നാഷണൽ ഹൈവേ ആണ് NH1 എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് വൺ ഈ സ്റ്റേറ്റ് ഹൈവേ. സ്റ്റേറ്റ് ഹൈവേ റെപ്രസെൻറ്റ് ചെയ്യുന്ന SH വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. ദീസ് ഹൈവേസ് കണക്റ്റിംഗ് NH. സോ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഹൈവേ ആണ്. സ്റ്റേറ്റ് ഹൈവേ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ SH വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ഹൈവേസ് കണക്റ്റിംഗ് NH ഓഫ് അഡ്ജസ്റ്റൻറ്റ് സ്റ്റേറ്റ്സ്, ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സിറ്റീസ്. സോ അഡ്ജസ്റ്റൻറ്റ് സ്റ്റേറ്റിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ്. സോ ഇത് 3 തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹൈവേസിന് പറഞ്ഞ പേരാണ് സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുന്നത്. ഇത് NH ആൻഡ് SH ഹാവ് സെയിം ഡിസൈൻ സ്പീഡ് ആൻഡ് ജോമെട്രി ഡിസൈൻ സ്പെസിഫിക്കേഷൻ. സോ NHനും SHനും സെയിം ഡിസൈൻ സ്പീഡും അതുപോലെ ജോമെട്രി ഡിസൈൻ സ്പെസിഫിക്കേഷനും ആയിരിക്കും ഉള്ളത്. സോ ഇതാണ് സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുന്നത്. സോ അടുത്ത ഹൈവേ എന്ന് പറയുന്നത് മേജർ ഡിസ്ട്രിക്ട് റോഡ് ആയിരിക്കും. സോ മേജർ ഡിസ്ട്രിക്ട് റോഡ് എന്താ നോക്കാം. ദീസ് ആർ സർവിങ് ഏരിയാസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റ്സ് ആൻഡ് കണക്റ്റിംഗ് ദോസ് വിത്ത് ഈച്ച് അതർ. സോ പ്രൊഡക്ഷൻ പ്ലേസിനെയും മാർക്കറ്റ് പ്ലേസിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹൈവേസിന് പറഞ്ഞ പേരാണ് മേജർ ഡിസ്ട്രിക്ട് റോഡ് എന്ന് പറയുന്നത്. ഹാവിങ് ലോവർ സ്പീഡ് ആൻഡ് ജോമെട്രി ഡിസൈൻ ആസ് കമ്പയർഡ് ടു SH. സോ SHനെക്കാട്ടിലും സ്പീഡും കുറവായിരിക്കും, അതുപോലെ ജോമെട്രി ഡിസൈനും കുറവായിരിക്കും. ഓക്കെ, അതാണ് മേജർ ഡിസ്ട്രിക്ട് റോഡ് എന്ന് പറഞ്ഞത്. സോ നെക്സ്റ്റ് വൺ ഈസ് അതർ ഡിസ്ട്രിക്ട് റോഡ് ഓർ ODR. സോ എന്താണെന്ന് നോക്കാം. ദീസ് ആർ സർവിങ് റൂറൽ ഏരിയാസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊവൈഡിങ് ദം വിത്ത് ഔട്ട്ലെറ്റ് ടു മാർക്കറ്റ് സെൻറ്റേഴ്സ്. സോ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സും മാർക്കറ്റ് സെൻറ്റേഴ്സും തമ്മിൽ കണക്ട് ചെയ്യാനായിരിക്കും. പക്ഷേ എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്? റൂറൽ ഏരിയാസിലായിരിക്കും ഈ ഹൈവേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലോവർ ഡിസൈൻ സ്പെസിഫിക്കേഷൻ ദാൻ MDR. സോ മേജർ ഡിസ്ട്രിക്ട് റോഡിനെക്കാട്ടിലും ഡിസൈൻ സ്പെസിഫിക്കേഷൻ വളരെ കുറവായിരിക്കും അതർ ഡിസ്ട്രിക്ട് റോഡിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എ വില്ലേജ് റോഡ്. സോ വില്ലേജ് റോഡ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ കണക്റ്റിംഗ് വില്ലേജസ് ഓർ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് വിത്ത് ഈച്ച് അതർ. സോ വില്ലേജസിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റോഡാണ് വില്ലേജ് റോഡ് എന്ന് പറഞ്ഞത്. സോ നാഗപ്പൂർ റോഡ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നാഗപ്പൂർ റോഡ് പ്ലാൻസിനെ ബേസ് ചെയ്തിട്ട് ഹൈവേസ് നമുക്ക് 5ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് നാഷണൽ ഹൈവേ, സെക്കൻഡ് വൺ ഈസ് സ്റ്റേറ്റ് ഹൈവേ, നെക്സ്റ്റ് വൺ ഈസ് മേജർ ഡിസ്ട്രിക്ട് റോഡ്, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അതർ ഡിസ്ട്രിക്ട് റോഡ് ആൻഡ് വില്ലേജ് റോഡ്. സോ ഈ 5 ക്ലാസിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈവേസ് ബേസ്ഡ് ഓൺ ദി നാഗപ്പൂർ റോഡ് പ്ലാൻസ് എന്ന് പറയുന്നത്.